യൂറിക് ആസിഡാണ് എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. ഭയങ്കര കാലുവേദനയാണ്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാലൊക്കെ ഇങ്ങനെ വീക്കം വന്ന് ആ ഒരു ഭാഗം തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലതും ഫുഡ് കഴിച്ചിട്ട് എത്രയോ കാലമായിട്ടുണ്ട്. ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. കഴിക്കാൻ ഒരു മാർഗ്ഗമില്ല. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറ്റമില്ല. എങ്ങനെ ഞാൻ നോക്കിയിട്ടും എൻ്റെ യൂറിക് ആസിഡ് കുറയുന്നില്ല എന്നുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണും. നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതായത് പ്യൂറിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എനർജീൻ്റെ യൂട്ടിലൈസേഷൻ്റെ സമയത്ത് വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് യൂറിക് ആസിഡ്. വളരെ നോർമലാണ്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളതാണ്. അതില്ല എന്നാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മളെ ശരീരത്തിൽ നിന്ന് പുറത്ത് തള്ളുന്നത് നമ്മളെ കിഡ്നിയാണ്. മൂത്രത്തിലൂടെ നമുക്ക് പുറത്ത് തള്ളാനുള്ള എല്ലാ ഓപ്ഷനും നമ്മളെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ ചില കേസിൽ ഇത് ഒന്നെങ്കിൽ ഇത് ഉൽപ്പാദനം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പുറന്തള്ളപ്പെടുന്നത് കുറയുന്നുണ്ട്. ഈ കേസിൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, ഇത് കൂടും. ചില കേസുകളിൽ അത് മൂത്രത്തിൽ നിങ്ങളുടെ കിഡ്നിയിൽ പോയിട്ട് ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്ത് അവിടെ കല്ലുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഫുഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെ ഈ ബീഫ്, പോർക്ക്, റെഡ് മീറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ ബേസിക്കലി കൂടുതലായിട്ട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ബീഫ്, പോർക്ക്, ലാമ്പ്, ഓർഗൻ മീറ്റ്സ് ആയിട്ടുള്ള നമ്മളെ ലിവർ ഒക്കെ ഈ പറയുന്ന റെഡ് മീറ്റിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മീനുകളിൽ മത്തി, അയല പോലെയുള്ള ചെറു മീനുകളിൽ ഈ പറയുന്ന പ്യൂറിൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന യൂറിക് ആസിഡ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ വൈറ്റ് റൈസ് കഴിക്കുന്ന ഒരാളാണ് നിങ്ങൾ, കൂടുതലായിട്ട് ഷുഗർ കഴിക്കുന്ന ഒരാളാണ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ആൽക്കഹോൾ മദ്യം നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, പ്രത്യേകിച്ച് ബിയർ കൂടുതൽ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസും ഈ പറയുന്ന വേദനകൾ കൂടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ കിഡ്നിയാണ് ഇതിനെ പുറന്തള്ളുന്നത്. അപ്പോൾ കിഡ്നിയുടെ ആ ഒരു പ്രവർത്തനം കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു യൂറിക് ആസിഡിനെ പുറത്ത് കളയുന്നത് കുറയുകയും നമ്മുടെ ശരീരത്തിൽ അത് കൂടാനുള്ള ചാൻസ് കൂടുകയും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ഷുഗർ, BP പോലെയുള്ള രോഗങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ്, റിസ്ക് ഫാക്ടർ അവിടെ കൂടുതലാണ്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തടിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഒബിസിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടാനും അത് കറക്റ്റായിട്ട് പുറന്തള്ളപ്പെടാതെ ഇരിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം യൂറിക് ആസിഡ് വീണ്ടും ഈ ഒരു ക്രിസ്റ്റലായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ചില മെഡിക്കേഷൻസ് ഈ പറയുന്ന യൂറിക് ആസിഡിനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ എവിടെയാണ് ആക്ച്വലി നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നം വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞാൽ ജോയിൻസിൽ അത് നല്ല പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചിലർക്ക് അത് നിങ്ങളുടെ കാൽപാദത്തിലുള്ള തള്ളവിരലിലെ ഈ ഒരു ജോയിൻറ്റ്, അതായത് ഫസ്റ്റ് ജോയിൻറ്റിലാണ് ഇഷ്യൂസ് വരാറ്. ഗൗട്ട് എന്നാണ് പറയുക. അത് നല്ല രീതിയിൽ വീങ്ങി നല്ല രീതിയിൽ കല്ലിച്ച് ഭയങ്കര പെയിൻഫുള്ളായിട്ട് ആ ഒരു കാൽ അനക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു പെയിൻ അവിടെ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് സന്ധിവേദനകളായിട്ട്, അതായത് ബാക്കിയുള്ള മുട്ടുവേദനയായിട്ടും അല്ലാത്ത ജോയിൻസിലുള്ള പെയിനായിട്ടും മാറാറുണ്ട്. പലപ്പോഴും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുട്ടുവേദനയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ടെസ്റ്റ് ചെയ്യുക യൂറിക് ആസിഡ് ആണ്. ഇതിൻ്റെ കാരണം ഇതാണ്, കാരണം ഈ ഒരു ക്രിസ്റ്റൽ അവിടെ എവിടെയും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ചില കേസുകളിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അല്ലെങ്കിൽ BP പോലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം കൂടിയായിട്ട്, ഒരു റിസ്ക് ഫാക്ടറായിട്ട്, അതായത് സെക്കൻഡറി സ്ട്രെസ് എന്നാണ് പറയുന്നത്. നമ്മളെ ബോഡിക്ക് ഒരു സ്ട്രെസ്സാണ് ഈ വേസ്റ്റ് പ്രോഡക്ട്സ് കൂടുന്ന സമയത്ത് സെക്കൻഡറി സ്ട്രെസ് നമ്മളെ ബോഡിക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതേപോലെ മറ്റൊന്നാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽസ് ആണ്, ഇത് പല രീതിയിലും ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത് കിഡ്നിയിൽ കറക്റ്റായിട്ട് മൂത്രം പോകുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽ ഫോർമേഷൻ കുറയുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കട്ടി കൂടി അതൊരു കല്ലായി അവിടെ നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 8 to 10 ഗ്ലാസസ് ഡെയിലി നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഫ്രൂട്ട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറി, ബെറി ഒക്കെ വളരെ നല്ലതാണ്. ഇതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ
കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പറയാനുള്ളതാണ് നമ്മളുടെ ഹോൾ ഗ്രെയിൻസ്, അതായത് മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ, വെജിറ്റബിൾസ്, പൾസസ് ഒക്കെ വളരെയധികം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ പറയാനുള്ളത് കോഫി ഒരു മിതമായ രീതിയിൽ, കോഫി കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി ആ പേരും പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ കോഫി കുടിച്ച് അതിന് അഡിക്റ്റ് ആവണ്ട. പക്ഷേ ഒരു മിതമായ രീതിയിൽ ആക്ച്വലി ഈ ഒരു യൂറിക് ആസിഡിനെ പുറം തള്ളാൻ ആക്ച്വലി കോഫി ഹെൽപ്ഫുള്ളാണ്. അതേപോലെ നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്, നിങ്ങൾ വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ, ഒബിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല എന്നാണെങ്കിൽ ഇത് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. സോ എപ്പോഴും നിങ്ങൾ വെയിറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ ആൽക്കഹോൾ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാം. മറ്റൊന്ന് പറയാനുണ്ടെങ്കിൽ സ്വീറ്റ്സ് നല്ല ഇഷ്ടമാണ്, നല്ല രീതിയിൽ കഴിക്കാറുണ്ട്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള മറ്റൊരു നല്ല മാർഗം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ സീമാമല്ലി എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ എഫക്റ്റീവാണ് ഇത്. നിങ്ങൾക്ക് 15 ദിവസം കൊണ്ട് തന്നെ ആക്ച്വലി നിങ്ങളെ യൂറിക് ആസിഡ് എത്ര ഹൈ ആണെന്നുണ്ടെങ്കിലും അതിനെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഇത് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാം. അതായത് ഇപ്പം കുറച്ച് സീമാമല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പാത്രത്തിലിട്ട് അതിൻ്റെ പച്ചപ്പ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി മൊത്തം ഈ ഒരു ഇലയിൽ നിന്ന് ആ പച്ചപ്പ് ഇല്ലാത്ത രീതിയിലേക്ക് ഫുൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് നിങ്ങൾ തിളപ്പിച്ചിട്ട് എന്നിട്ടാണ് നിങ്ങളത് കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അത് ഡെയിലി നിങ്ങൾ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം രീതിയിൽ ആ ഒരു യൂറിക് ആസിഡിൻ്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടോ ആ ഒരു രീതിയിൽ നിന്ന് അത് കുറച്ച് കൊണ്ടുവരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ എന്നിട്ടും നിങ്ങൾക്കത് മാറ്റില്ല എന്നാണെങ്കിൽ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിന് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ നോക്കേണ്ടതാണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.